അവിടെ മണ്ണ് പ്രശ്നമാണല്ലേ? ടോർച്ച് അടിയടാ, ടോർച്ച് ചെയ്യടാ. അല്ല, ഞാനവിടെ. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു പ്രശ്നം വഴി സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടൊക്കെ എത്തിച്ചേരുന്ന തന്നെ വലിയ പാടാണ്. ഒരാൾക്ക് വയ്യാതെ വന്നാൽ പോലും ഇവിടുന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പാടാണ്. നമസ്കാരം, വിനീഷാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെ പിടിക്കാൻ പോവാണ്. അതായത് ഇപ്പം രാത്രി ഏകദേശം ഒരു 10 മണിയായി കാണും അല്ലേ? ഒരു 10 മണിയായി കാണും. ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ചെറിയ കടയാണ്. അപ്പോൾ ഈ കടയുടെ സൈഡിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. അതിനെ എനിക്ക് പിടിക്കാൻ സാധിക്കത്തില്ല. ഞാൻ പരമാവധി നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സജി തോട്ടപ്പള്ളി, അതായത് അതാണ് ഈ സാധനങ്ങൾ ഇര തേടാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ അടുക്കള കഥവും ഫ്രണ്ട് കഥവും അങ്ങനെ തുറന്നിടാൻ പാടില്ല. നമ്മൾ ഇപ്പൊ അവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആ സൈഡിലെ കഥ അടച്ചിട്ട് വേണം ഇവിടെ വന്നിരിക്കാൻ. ഇപ്പൊ അത് തുറന്നു കിടക്കുക. അത് തന്നെയല്ല, കഥകിന്റെ കട്ടളപ്പടി ഇല്ലാത്ത, അടിപ്പടി ഇല്ലാത്ത കട്ടളയാണെങ്കിൽ താഴെ ഒരു വിരൽ കിടക്കത്തക്ക തരത്തിലുള്ള വണ്ണം ഉണ്ടെങ്കിൽ പോലും അത് അടിയന്തരമായിട്ട് അടയ്ക്കണം. അതിന് നമുക്ക് ചിലവ് കുറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈ പോളികാർബണേറ്റ് പോലുള്ള ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പോലുള്ള മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ അത് സേഫ് ആയിട്ടിരിക്കും. അത്തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിക്കുക, അത് അടയ്ക്കണം. രാത്രിയിലും വെളുപ്പിനെയും ടോർച്ച് ഇല്ലാതെ വെളിയിൽ ഇറങ്ങരുത്. ഇതിപ്പോ കടയാണ്. ഈ കടയുടെ താഴത്തെ ഈ ചെറിയ വിടവുകളില്ലേ, ഇത്തരം വിടവുകൾ ഇനിയിപ്പോ ഇതുവരുടെ പാമ്പുകളുടെ ഇണചേരൽ കാലഘട്ടമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്ന സമയമാവും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചെറിയ വിടവ് കിട്ടിയാലും മതി, അതിനകത്തുള്ള അകത്ത് കയറിയിരിക്കും. അതുപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും അടുക്കള ഭാഗത്തും വിറകോ അങ്ങനെ തേങ്ങയോ തൊണ്ടോ ചിരട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടുക്കി വെക്കരുത്. കാരണം ഇവർക്ക് എപ്പോഴും തണുപ്പ് വേണം. അവരാ തണുപ്പ് കിട്ടാനേ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ ഇരുന്ന സ്ഥലം കണ്ടോ? ഇവന് തണുപ്പ് കിട്ടുന്നൊരു മണ്ണിന്റെ അടിയിലാണ് അവൻ. ആ ഷീറ്റിനടിയിൽ സുഖമായിരിക്കുകയാണ്. ആ കാലങ്ങളായിട്ട് അവൻ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. ഇത് ഓൾറെഡി ഒരു എലി ഉണ്ടാക്കിയിട്ട വിടവ. ആ വിടവിൽ കൂടെ എലിയെ തീർത്തിട്ട് അവൻ അകത്ത് കയറിയിരിക്കുക. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി അവിടെ കിട്ടിയതുകൊണ്ടാണ് അവനവിടെ സ്ഥിരമായിട്ടിരിക്കുന്നത്. പക്ഷേ അവനവിടെ സ്ഥിരമായി ഇരുന്നു വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവനായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടപ്പോഴായിരിക്കും ഇത് പ്രശ്നമായത്. പക്ഷെ കാലങ്ങളായിരുന്നെങ്കിലും നമുക്ക് അപകടമായി വരുന്നില്ല. പക്ഷെ എങ്കിലും ഇവരിൽ നിന്നൊരു അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം പാമ്പിന്റെ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ടോർച്ച്, നിങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മക്കളോ ഒക്കെ വെളിയിൽ പോകുമ്പോൾ ഒരു ടോർച്ച് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ആ ടോർച്ച് ഇല്ലാതെ ഇവരെ വിടരുത്. കാരണം അതുവഴിയുള്ള അപകടം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. ഇവരൊരിക്കലും ഇങ്ങോട്ട് വന്ന് കടിക്കുന്ന സ്വഭാവക്കാരല്ല. പാമ്പുകളൊന്നും ഇങ്ങോട്ട് വന്ന് കടിക്കത്തില്ല. നമ്മൾ അവിചാരിതമായി ചവിട്ടുകയോ അവയെ അതിന്റെ മണ്ടയ്ക്കൂടെ കയറി പോവുകയോ എന്തെങ്കിലും അതിന്റെ അടുത്ത് ചെല്ലുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് അത് കടിക്കുക. ഇതിപ്പോൾ ചിലപ്പോൾ കിടക്കുന്ന ഒരു പുല്ല് പിടിച്ച സ്ഥലമായിരിക്കാം. നമ്മൾ അതുവഴി നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ അത് കയറി കടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആഹാര അവശിഷ്ടങ്ങൾ നമ്മുടെ വീടിന്റെ സമീപത്തിടാതിരിക്കുക. കുറച്ച് അകലെ മാറ്റി ഇടുക. അപ്പം ഒന്നുകിൽ ഒരു കുഴിയെടുത്തോ അതല്ലെങ്കിൽ ഒരു ബയോ ബിന്നോ അതേപോലെ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇല്ലെങ്കിൽ എലി വരും, എലിയെ ഫോളോ ചെയ്ത് പാമ്പ് വരും. ഇതാണ് പാമ്പ് നമ്മുടെ ജനവാസ മേഖലയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പാമ്പ് കടന്നു വരുന്നുള്ള ഒരു കാരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പാമ്പുകളിൽ നിന്നുള്ള ഒരു അപകടം നമുക്ക് കുറയ്ക്കാൻ കഴിയും. പാമ്പുകളെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പാമ്പുകൾ ജുറാസിക് ദിനോസറുകളുടെ കാലഘട്ടം മുതൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വരുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവര് നമുക്ക് അപകടകാരികളായി വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ള പ്രധാനം. ഓക്കെ. ഈ പിടിച്ച പാമ്പിന്റെ ഏതെണ്ണത്തിൽപ്പെട്ടെന്നല്ലോ അറിയോ? ഇത് കോബ്ര. നമ്മളിപ്പോൾ പിടിച്ചേക്കുന്നത് സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന മൂർഖൻ ആണ്. ഇത് ശരിക്കും ന്യൂറോടോക്സിക് വെനമാണ്. നമുക്കിതിന് ആന്റിവെനം ഉണ്ട്. ആന്റിവെനം എന്ന് പറയുന്നത് നമുക്കിവിടെ വണ്ടാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതിനുള്ള ആന്റിവെനം ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്രധാനമായിട്ടും പാമ്പ് കടി ഏറ്റാൽ നമ്മുടെ മുന്നിൽ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റെന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റെന്ന് വെക്കുക. അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാമ്പ് കടിയേറ്റ ആൾക്ക് ആഹാരമോ വെള്ളമോ ഒന്നും കൊടുക്കാതിരിക്കുക. 2, പാമ്പ് കടിയേറ്റ ആൾ നടക്കാനോ ഓടാനോ അനുവദിക്കരുത്. പാമ്പ് കടിയേറ്റ ആൾ കടിച്ചത് ചിലപ്പോൾ ഒരു വിഷപ്പാമ്പ് ആയിരിക്കാം. നമ്മൾ അവരെ മാനസികമായിട്ട് അവർക്ക് ഒരു ധൈര്യം കൊടുക്കുക. ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള സമയമുണ്ട്. നമുക്കൊരു ആന്റിവെനം
എടുത്ത് നമ്മളൊരു ഗോൾഡൻ അവർ എന്ന് പറയും, 2-2.5 മണിക്കൂർ സമയം നമുക്കൊരു ഗോൾഡൻ അവറാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ആൻറ്റിവനം ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ ഇതിനകത്തിൽ ചില കേസുകൾ ക്രിട്ടിക്കൽ ആകുന്നത്, ഒന്ന് നമ്മൾ പേടിച്ച് പോകും. പേടിച്ച് പോയാൽ കാർഡിയാക് അറസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയാണ് പലരും മരിക്കുന്നത്. പാമ്പിൻ്റെ വിഷം കാരണം മരിക്കുന്നതല്ല, നല്ലൊരു ശതമാനം പേരും പേടിച്ച് അറ്റാക്ക് വന്ന് മരിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ നമ്മൾ പേടിക്കാതിരിക്കുക. നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളത് മസ്റ്റാണ്. നമുക്ക് ഇവിടുന്ന് കൊണ്ടാണ്, നമുക്ക് 10-13 കിലോമീറ്റർ ഇവിടുന്നുള്ളൂ. നമുക്ക് അവിടെ ആൻറ്റിവനം ട്രീറ്റ്മെൻറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കടിച്ച പാമ്പിനെ കൊണ്ടുചെല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനുവേണ്ടി നമ്മൾ സമയം കളയരുത്. എത്രയും വേഗം ഈ കടിയേറ്റ ആളെ, അയാൾ അനങ്ങാതെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ ഇവിടെ ആംബുലൻസ് ഓടി വരണമെങ്കിൽ അങ്ങേ വരണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 2 വീലറിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കാലേ കടിയേറ്റു, കടിയേറ്റ ഭാഗം തലയ്ക്ക് മുകളിൽ വീരാൻ പാടില്ല. കടിയേറ്റ ഭാഗം കെട്ടാൻ പാടില്ല, അത് കഴുകാൻ പാടില്ല. നമ്മൾ കടിയേറ്റ വ്യക്തി ഇപ്പം ഒരു സ്ഥലമില്ല, വണ്ടി കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ 2 വീലറിൻ്റെ ഇടയ്ക്ക് ഇരുത്തിയെങ്കിലും ഈ ആളെ എത്രയും വേഗം വണ്ടി കിട്ടുന്നൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രോപ്പറായിട്ടൊരു ആൻറ്റിവനം ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ ആൾ രക്ഷപ്പെടും. അതുപോലെ വൈദ്യന്മാരുടെ അടുത്തും ഈ ചികിത്സകരുടെ അടുത്തും കൊണ്ടുചെന്ന് വെറുതെ സമയം കളയരുത്. നമുക്ക് വിലപ്പെട്ട സമയങ്ങളാണ് ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞുള്ള ആ ഓരോ മിനിറ്റും. അപ്പോൾ ആ ഒരു മിനിറ്റ് പോലും നമ്മൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് നഷ്ടപ്പെടുത്താതിരിക്കുക. എത്രയും വേഗം ഒരു മോഡേൺ മെഡിസിൻ, മറ്റേ ആൻറ്റിവനം ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ. ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ മറ്റേ ബാക്കി ഷീറ്റ് കൂടെ പൊളിച്ചാലോ? ബാക്കി ഷീറ്റ് കൂടെ നമുക്ക് പൊളിക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് ബാക്കി ഷീറ്റ് കൂടെ പൊളിക്കാം. ചെളി ഒരു അതും കൂടെ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പോവാം. മമ്മട്ടി എടുത്ത് കൊടുത്തേ. എടുത്തു. മണ്ണ് മരിച്ചു മാറണം. ഈ മണ്ണ പ്രായം വെച്ച് മണ്ണെന്ന് മരിച്ചു ഇവിടെ വെച്ച് മണ്ണ് മരിച്ചു. എടാ നീളത്തിൽ പിടിടാ. അങ്ങനെ പിടി. ഓക്കെ. പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ മുന്നേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മള് ചെയ്തു. പിന്നെ കാര്യം ഈ സാധനം ഇതിനകത്ത് വെച്ചോണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് പോലും തിരിഞ്ഞു ഓടിച്ചെന്നില്ലല്ലോ. വളരെ നന്ദി. അപ്പം ഏത് രാത്രിയിലും ഏത് സമയത്തും വിളിച്ചാൽ ഇത് വനംവകുപ്പിന്റെ സർപ്പ എന്ന സംവിധാനമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഞങ്ങളെപ്പോലെ ഒരു 2000-ന് മേളിൽ സർപ്പ വോളണ്ടിയേഴ്സ് ഇത്തരത്തിൽ സേവനം ചെയ്യുന്നുണ്ട്. അത് മനുഷ്യവാസ മേഖലകളിലെത്തുന്ന അപകടകാരികളായ പാമ്പുകളെ, അതാണ് പ്രധാനം, അപകടകാരികളായ പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് മാറ്റുക. ഇത് പാമ്പ് പിടുത്തമല്ല. നമ്മൾ പാമ്പ് പിടുത്തം എന്ന രീതിയിൽ എല്ലാവരും കാണും. ഇത് പാമ്പ് പിടുത്തമല്ല. പാമ്പുമായിട്ടൊരു മൽപ്പിടുത്തമോ അല്ലെങ്കിൽ ഒരു ഷോയോ അതൊന്നും ഇതിനകത്തില്ല. സേഫായ റെസ്ക്യൂ. പാമ്പിനും അപകടം ഉണ്ടാകാൻ പാടില്ല, ആ വീട്ടിലെ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല,
പിടിക്കുന്ന വ്യക്തിക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് സേഫ് ഫയർ റെസ്ക്യൂ മെത്തേഡ്. ആ മെത്തേഡിലാണ് നമ്മളിതിനെ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ രാത്രിയാണേലും നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്. ഇതൊരു സർവീസാണ്. ഇപ്പം കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ സർപ്പ എന്ന സംവിധാനത്തിലൂടെ ഞങ്ങളെപ്പോലെ നിരവധി പ്രവർത്തകർ ഇത്തരത്തിൽ സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ആലപ്പുഴയുടെ ജില്ലാ ഫെസിലിറ്റേറ്ററാണ്. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സർപ്പ വോളണ്ടിയേഴ്സ് സേവനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് വഴി സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ അതാത് ജില്ലകളിലുള്ള റെസ്ക്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോണിൽ സർപ്പ എന്ന ആപ്ലിക്കേഷൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പ് ആൻഡ്രോയിഡിൽ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്ത് വഴി നിങ്ങൾക്ക് പാമ്പിനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് നോക്കുക, നിങ്ങൾക്കൊരു റെസ്ക്യൂറെ നമ്പർ കിട്ടിയില്ല എന്ന് നോക്കുക, നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ചെയ്ത് സർപ്പ ആപ്ലിക്കേഷനിൽ റിപ്പോർട്ട് എ സ്നേക്ക് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് നിങ്ങൾ റെസ്ക്യൂ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 10 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് അതിനുള്ള പ്രതികരണം ഉണ്ടാവും. തൊട്ടടുത്തുള്ള റെസ്ക്യൂവർക്ക് ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്യുകയും ആ റെസ്ക്യൂവറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളൊരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി റെസ്ക്യൂവറുടെ നമ്പർ തപ്പി ലോകം മുഴുവൻ നടന്ന് സമയം പാഴാക്കരുത്. ഇത്തരത്തിൽ സർപ്പ എന്ന ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. പാമ്പുകൾ നമ്മളുടെ നമുക്ക് അനിവാര്യമായ ഒരു ജീവിയാണ്. ഏറ്റവും നമുക്ക് അപകടകാരിയായി വരുന്ന എലികളെ പോലെയുള്ള റോഡൻറ്റുകളെ തുരത്തുന്നതിൽ അല്ലെങ്കിൽ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നതിൽ പാമ്പുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. എലിപ്പനി, പ്ലേഗ് പോലുള്ള രോഗങ്ങൾ എലികളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അനുഭവങ്ങളാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും തടയുന്നതിന് ഈ പാമ്പുകൾ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനവാസ മേഖലയിൽ വീടിൻ്റെ പറമ്പിലെന്നല്ല, നിങ്ങളുടെ വീടിന് സമീപത്തോ എത്തുന്ന വിഷപ്പാമ്പുകളെയാണ് നമ്മൾ കൂടുതലായും റെസ്ക്യൂ ചെയ്യുന്നത്. ചേര അതേപോലുള്ള വിഷമില്ലാത്ത പാമ്പുകളെ നമ്മൾ റെസ്ക്യൂ ചെയ്യത്തില്ല, കൊണ്ടുപോകത്തില്ല. ഇതാണ്. പിന്നെ പെരുമ്പാമ്പ് പോലുള്ള സാധനങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം പൊതുവെ ജനങ്ങൾക്ക് ഭയമായതുകൊണ്ട് മാത്രം കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് സർപ്പ എന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം. ഓക്കെ, പഞ്ചായത്തോ അല്ല അധികാരികളോ ഇത്തരം പ്രദേശങ്ങളിൽ ഇത്തരം ജനങ്ങളുടെ അടിസ്ഥാനമായ പ്രശ്നങ്ങളാണ്. അവർക്കൊരു വഴി സൗകര്യം ഇല്ല. അവർ ടാറടിച്ച് ചെയ്തിട്ട് റോഡ് വേണമെന്നല്ല പറയുന്നത്. സ്വസ്ഥമായിട്ട് അവർക്കൊരു വണ്ടിയെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോറിക്ഷയെങ്കിലും കടന്നു പോകുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഇണക്കി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാലും ഇതേപോലൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയേറെ സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഡെവലപ്പായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ അവരുടെ ആവശ്യങ്ങൾ വളരെ മിനിമം ആവശ്യമാണ്. അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളോ ഒക്കെ ഒന്ന് ഇടപെടണം. ഇവിടുത്തെ പൊതുപ്രവർത്തകർ അതിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുന്ന കാര്യം. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. എനിക്ക് വണ്ടി അപ്പുറത്തൊരു പാലത്തിന്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നടന്നു വരുന്നത്. ഇവിടുന്ന് ഞാൻ തിരിച്ച് നടന്നു വേണം പോകാൻ. അപ്പം ഇത് ഇവിടുത്തെ അവസ്ഥ മാത്രമല്ല, ഇവിടുന്ന് ഇനിയും 1 കിലോമീറ്റർ അകലെ വരെ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രദേശത്തെ ആളുകൾ ഈ ഇരുട്ടത്ത് ഇതുവഴി നടന്നു തന്നെ പോകണം. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള പാമ്പുകളിൽ നിന്നൊക്കെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലും ഉള്ള ഒരു ഇടപെടൽ നമ്മുടെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് പുറക്കാട് പഞ്ചായത്തിലെ 7ാം വാർഡിലെ വണ്ടിച്ചിറ ഭാഗത്തെ അവസ്ഥയാണിത്. അധികാരികൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്നാൽ നല്ലതായിരുന്നു. കാര്യം അപകടങ്ങൾ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വഴിയുടെ ഒരു പ്രശ്നം കണ്ടാലേ നീ അത് കണ്ട അങ്ങോട്ട് നോക്കി ആ ലൈറ്റ് അടിച്ച് പോകുന്നിടത്ത് കണ്ടാളെ ഇവിടെ വല്ല ഒരു ലൈറ്റ് പോലും ഉണ്ടോ എന്തെങ്കിലും? ഭയങ്കര ബുദ്ധിമുട്ടായി. സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഈ അവസരത്തില് ശരിക്കും ടോർച്ച് ഇല്ലാതെ നിങ്ങൾ വെളിയിൽ ഇറങ്ങില്ല കേട്ടോ. ഭയങ്കര അപകടമാണ്. ഒന്നാമത്തെ കാര്യം, ഈ മണലി മൂർക്കനൊക്കെ ഇഷ്ടമുള്ള സമയമാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഈ വെട്ടമില്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ വഴിയിൽ ഇറങ്ങരുത്. ശ്രദ്ധിക്കണം വളരെ. അതിൽ അപ്പുറത്തൊക്കെ ഈ മാർഷ ഉള്ളത് കൊണ്ട് ഈ പാലം ഉണ്ടോ? ഈ പാലമൊക്കെ കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോ അത് ഒരു സമയമായി. ഈ പാലമൊക്കെ മാറേണ്ട കാലമായി. അതെല്ലാവർക്കും അറിയാം, പക്ഷെ മാറുന്നില്ലല്ലോ. അത് ഭരണകൂടം വിചാരിക്കേണ്ട ഇതൊക്കെ. വർഷങ്ങളായിട്ട് നമുക്ക് വലിയൊരു ആഗ്രഹമായി ഈ ഒരു പാലത്തിന്റെ കാര്യം. പക്ഷെ ഇത് കണ്ടത് ഒരു കൈവരിവെങ്കിലും ഉണ്ടെന്ന് നോക്കി. ഒരു കൈവരിയെങ്കിലും ഉണ്ടെന്ന് നോക്കി. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഏറ്റവും പ്രധാനമായ സാധനം സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെന്നുള്ളത്. അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം കൂടെ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണെങ്കിലും ഇവിടെ ഒരു വഴിക്ക് വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കുക. അത് പുതിയ തലമുറ വേണ്ട അതൊക്കെ ശ്രമിക്കുക. പഴയ ആൾക്കാരോ ഇല്ല, പോട്ടെ, അവരെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് വെക്കാം. ഓക്കെ ശരി.